ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ഗ്രാഫിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു ഗ്രാഫിൽ എങ്ങനെ പഠിക്കണം, നമ്മുടെ കയ്യിൽ കുറേ സാമ്പിൾ മെറ്റീരിയൽസ് ഉണ്ട്, അത് എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ ഇത് ഇപ്പം നമ്മൾ എസ് എസിൽ എക്സാമ്പിൾസ് എഴുതില്ലേ, അവിടെ ന്യൂമറിക്കൽ വാല്യൂസ് എഴുതുമ്പോൾ കുറച്ച് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്നുള്ള ആ ഒരു രീതിയിലാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നമ്മുടെ ഈ ഹെഡിങ് ഉണ്ടാവുമല്ലോ, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ, ആ സമയത്ത് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡിസ്പൈറ്റ് ഇൻക്രെഡിബിൾ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് സയൻസ് ഓവർ ഓവർ 100 years, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇവിടെ സിൻസ് 1950 മാറ്റാം. ഓക്കെ, ഓവർ 100 years there are still a number of challenges which should have been easy to resolve. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിസ്പൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹവർ പോലെ തന്നെ സെൻറ്റൻസ് അല്ലേ, മീൻസ് ലിങ്കിങ് വേർഡ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്പൈറ്റ്. ഓക്കെ, ഡിസ്പൈറ്റ് ഇൻക്രെഡിബിൾ എന്ന് വെച്ചാൽ വലിയ മേജർ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും, അപ്പം ആ ഒരു വൊക്കാബുലറിയാണ് ഡിസ്പൈറ്റ് എന്ന വൊക്കാബുലറി, ഇൻക്രെഡിബിൾ എന്ന വൊക്കാബുലറി, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് സയൻസ്, അതായത് പ്രോഗ്രസ് അല്ലേ, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് സയൻസ് സിൻസ് എനി ഇയർ. ഓക്കെ, സിൻസ് എ ഡെക്കേഡ് there are still a number of challenges which should have been easy to resolve. So anyway, up to this എല്ലാ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയ എല്ലാ കാര്യത്തിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന എസ്സേയുടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പാരാഫ്രൈസ് ചെയ്യാനൊന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, ഇതുപോലത്തെ കുറച്ച് നമ്മുടെ സ്വന്തം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. Okay, there are still a number of challenges, okay, which should have been easy to resolve. So easy റെസൊല്യൂഷൻ ചോദിക്കുമ്പോൾ ഇത് എഴുതിക്കൂടെ, നമുക്ക് ഈസി ടു റിസോൾവ് എന്നൊരു വൊക്കാബുലറി നമുക്ക് എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രാഫുമായിട്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഡിസീസ് ഉണ്ട്, അതുപോലെ തന്നെ സോ അതായത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഡിസീസിൻ്റെ നെയിം, അതുപോലെ ഒന്ന് ഇയർ, അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു. ഓക്കെ, ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പല സെൻറ്റൻസും ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 billion people, എങ്ങനെയാണ് എഴുതിയേക്കുന്നത്, ഈ ഡയറക്റ്റായിട്ട് ആ ന്യൂമറിക്കൽ വാല്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്തത്, 1 billion people. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പം ഇനി നമ്പറിൻ്റെ ഒന്ന് നോക്കാം. ഒന്ന് 1 billion people, എറൗണ്ട്, എൻ്റെ പെൻസിലിൻ്റെ ആ കേഴ്സർ നോക്കണം, around 11 million people, around 11 million, more than half a million. See, around 11 million, more than half a million. Okay, 1 billion people, 1.6 million people. കണ്ടോ, ഇവിടെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എറൗണ്ടിൻ്റെ ഒക്കെ യൂസേജ് ശ്രദ്ധിച്ചോ. ഓക്കെ, എറൗണ്ട് 11 million, ജസ്റ്റ് ആ ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവരുടെ ഒരു അഡ്ജക്റ്റീവ് പോലെ നമുക്ക് ഗ്രാഫിലൊക്കെ അറിയാം, എക്സാക്റ്റ് ആ പോയിന്റ് അല്ലായിരിക്കും അല്ലേ. അപ്പോൾ എറൗണ്ട്, മോർ ദാൻ ഹാഫ് എ മില്യൺ പീപ്പിൾ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒത്തിരി കളറായിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഫുൾ കളർ മാത്രമായിപ്പോവും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇതുപോലെ തന്നെ പല കണ്ടീഷൻസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഓക്കെ, HIV, മലേറിയ കോസസ്. ഓക്കെ, ജസ്റ്റ് ആ ഡിസീസിൻ്റെ പല രീതിയിലാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണേ. നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ ഗ്രാഫ് പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പിൾ ആൻസേഴ്സ് ഇല്ലാത്തതല്ല നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒത്തിരി പല സ്ഥലത്തും മാർക്ക് ചെയ്ത് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നെക്സ്റ്റ് ഇവിടെ കണ്ടോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റ് ഇയർ വെച്ചിട്ടാണ്, in 2002. ഓക്കെ, ജസ്റ്റ് അവിടെ ഒരു കോമസ്റ്റ് ഇട്ടിട്ടുണ്ട്. സി ഇവിടെ ഉണ്ട്, in 2002 more people died.
സോ ഇവിടെ ആ ഒരു മോർ പീപ്പിൾ എന്ന് വന്നതുകൊണ്ടാണ് അവിടെ കോമ ഇല്ലാത്ത. അല്ലെങ്കിൽ ഇൻ 2002 ഓൾമോസ്റ്റ് 11. അപ്പം ഇവിടെ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 17.5 അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ മുമ്പ് ജസ്റ്റ് എഴുതിയേക്കണത് ശ്രദ്ധിച്ചോ. എസ്റ്റിമേറ്റഡ്, ഓൾമോസ്റ്റ്, ഓൾമോസ്റ്റ്, estimates are roughly, okay, more than half of the, at least a million, okay, see, mostly, okay. സോ എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂ എഴുതാതെ എസ്റ്റിമേറ്റഡ്, ഓൾമോസ്റ്റ്, മോർ ദാൻ ഹാഫ്, മോർ ദാൻ, മോസ്റ്റ്ലി, ഇങ്ങനെയാണ് അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും ഒന്നും കൂടെ പറയാം. എസ്റ്റിമേറ്റഡ്, ഓൾമോസ്റ്റ്, പിന്നെ ഏതാണ്, മോർ ദാൻ ഹാഫ്, ഓക്കെ, മോർ ദാൻ ഹാഫ് ഓഫ് ദ വിക്ടിംസ്, അറ്റ്ലീസ്റ്റ് എ മില്യൺ, അറ്റ്ലീസ്റ്റ് എ മില്യൺ, മോസ്റ്റ്ലി. സോ ജസ്റ്റ് ഈ ഡയറക്റ്റായിട്ട് എഴുതുന്നതിനല്ല, ഇത് ഇങ്ങനെയൊക്കെ എഴുതുന്നതിനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, മാർക്ക് കിട്ടുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ ഇത് വായിച്ചു നോക്കണം. ജസ്റ്റ് എപ്പോഴെങ്കിലും അതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇനി നമുക്ക് നോക്കാം ആനുവലി. ആനുവലിന് എന്താ, ഇയർലി എന്ന് എഴുതാൻ പറ്റും. സി, ഒരു കോമ ഇട്ട് ആനുവലി, ഇയർലി, ഈച്ച് ഇയർ. ശ്രദ്ധിച്ചോ, ആനുവലി, ഇയർലി, അല്ലെങ്കിൽ ആനുവലി, ആനുവലി, ഇയർലി, ഈച്ച് ഇയർ. സോ ഈ 3 വൊക്കാബുലറി നമുക്ക് എപ്പോഴും ആനുവലി എന്നുള്ളതിന് ഇതാക്കി വെക്കാം, കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഇനി വായിക്കാം. 1 billion people lack access to healthcare system. സോ എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയർ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്? സോ ഒന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന ഒന്നാണ് ലാക്ക് ആക്സസ് ടു ഹെൽത്ത് കെയർ സിസ്റ്റം. സോ ഇത് ഹെൽത്ത് കെയറുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഹെൽത്ത് കെയർ വൊക്കാബുലറീസും വരുന്നുണ്ട്. സോ കാർഡിയോവാസ്കുലർ ഡിസീസ് ആർ ദ ബിഗ്ഗസ്റ്റ് കില്ലർ amongst diseases globally. Okay, so are the biggest killer. So ഈ ഡെത്തിന് പറയുന്നതിന് പല ഡെത്ത് എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ബിഗ്ഗസ്റ്റ് കില്ലർ എമോങ്സ്റ്റ്. എമോങ് എന്ന് പറയുമ്പോൾ എമോങ്സ്റ്റും എമോങ്ങും സെയിം തന്നെയാണ്. എമോങ് ഡിസീസസ് എന്ന് പറഞ്ഞു. ഇവിടെ ആയത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പ്ലൂറൽ വേണം. എമോങ്സ് ഡിസീസസ് ഗ്ലോബലി ആൻഡ് എസ്റ്റിമേറ്റഡ് 17.5 million people died from. സോ ഇവിടെ ഡൈഡ് കഴിഞ്ഞാൽ ഏത് ഡിസീസ് എന്ന് പറയുമ്പോൾ ഫ്രം ആണ് യൂസ് ചെയ്യുന്നത്. ഡൈഡ് ഫ്രം CVDs in 2005. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഇൻ ഇയർ കോമ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇൻ 2005. സോ സ്റ്റാർട്ടിംഗ് ആണ് ഇയർ എഴുതുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അവിടെ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ആ കോമ ഉണ്ടായിരിക്കണം. ഓക്കെ, നൗ in 2002 ഓൾമോസ്റ്റിൻ്റെ യൂസേജ് 11 million people died from infectious disease alone. Usage of alone. Okay, alone, ആ ഒറ്റൊരു ഡിസീസ് മാത്രമായിട്ട്. സോ ഫാർ മോർ ദാൻ ഇവിടെ ഗ്ലോബൽ ഡെത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ വേൾഡ് വൈഡ്, ഗ്ലോബലി, വേൾഡ് വൈഡ്, ഇതൊക്കെ സിനോണിയംസ് ആയിട്ട് എപ്പോഴും എല്ലാ എക്സൈസിലും എവിടെയെങ്കിലുമൊക്കെ വേണം. ഓക്കെ, 7 കിട്ടണമെങ്കിൽ പോലും ഇത്രയെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ നടക്കൂല. ഓക്കെ, ഫാർ മോർ ദാൻ number killed in the natural or man-made catastrophes that make headlines. So natural or man-made catastrophes, okay, that make headlines. അതായത് ഇതൊക്കെ എസ്സേസിൽ പറ്റും. ദാറ്റ് മേക്ക് ഹെഡ്ലൈൻസ്, ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇൻഫെക്ഷ്യസ് ഡിസീസ് എലോണിലാണ് മരിച്ചത്. സോ അത്രയ്ക്കും സീരിയസ് ആണ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഓക്കെ, ഇത് വേറെ രീതി. ഇൻ 2002 more people died of infectious disease than, മോറിൻ്റെ യൂസേജ്, more people died than were killed by natural or man-made hyphenated catastrophes. Catastrophe നല്ല vocabulary ആണ്. ഓക്കെ, നൗ HIV has spread rapidly. അത്രയും ഇനി ഡിസീസിൻ്റെ ഇൻഫെക്ഷൻസ് കണ്ടാജിയസ് എന്ന് പറയുന്നതിനെ പോലെ സ്പ്രെഡ് റാപ്പിഡ്ലി. ഓക്കെ, UNAIDS, the United Nations Program, ഇതൊന്നും എഴുതുവാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അത്രയും ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്.
on HIV/AIDS estimates are roughly, see estimated എന്ന് പറയുന്ന പോലെ ഇവിടെ estimates are roughly, ഇവിടെ കണ്ടോ സെമിക്കോളൻ യൂസ് ചെയ്തു, യൂസ് ഓഫ് പഞ്ച്വേഷൻ. 33.4 million living with HIV, 2.7 million new infections of HIV, 2 million death from AIDS. So with living, people living with HIV, new infections, then million deaths from AIDS. So just a preposition usage ആണ്. ജസ്റ്റ് ഇവിടെ നമ്മളിവിടെ 1 ബില്യൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ല, അതുപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ദർ ആർ എന്ന് വെച്ചാൽ ജസ്റ്റ് ദർ ആർ 8.8 മില്യൺ ന്യൂ കേസസ് ഓഫ്, സി പുതിയ കേസസ് ആണെങ്കിൽ എസ് വരും, കേസസ് ഓഫ് ട്യൂബർകുലോസിസ് ആൻഡ് 1.75 മില്യൺ ഡെത്ത്സ്, സി എല്ലാം പ്ലൂറലാണ് ഡെത്ത്സ് എന്ന് കണ്ടോ, ഫ്രം TB ഈച്ച് ഇയർ. സോ ഈച്ച് ഇയറിന് പറയുന്ന ആനുവലി എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. 1.6 മില്യൺ പീപ്പിൾ സ്റ്റിൽ ഡൈ. സി നമ്മളിവിടെ വേറെ ഒരു യൂസേജ് ആണ് എലോൺ എന്ന് നമുക്ക് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ എലോൺ യൂസ് ചെയ്തില്ലേ, ഓക്കെ അതുപോലെയാണ് സ്റ്റിൽ ഡൈ, ഇപ്പോഴും മരിക്കുന്നു. സ്റ്റിൽ ഡൈ ഫ്രം ന്യൂമോകോക്കൽ ഡിസീസ് എവറി ഇയർ, ഓക്കെ ഈച്ച് ഇയർ, എവറി ഇയർ, ആനുവലി, okay, making it the number 1 vaccine preventable cause of death worldwide. More than half of the victims are children. So ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ന്യൂമോകോക്കൽ ഡിസീസ്, ഡയറക്റ്റ്ലി ഡിസീസിൻ്റെ പേര് വെച്ചിട്ടാണ്. ന്യൂമോകോക്കൽ ഡിസീസസ് ആർ പ്രിവെൻറ്റബിൾ, യെറ്റ് എന്നാൽ പോലും യെറ്റ് 1.6 million people die from them each year. Okay, die from them എന്താണ്? Die from pneumococcal disease. Okay. Okay. Die from them അല്ലെങ്കിൽ die from pneumococcal. രണ്ടാമത്തെ ന്യൂമോകോക്കൽ ഡിസീസിന് എഴുതുന്നതിനേക്കാൾ ഡൈ ഫ്രം ദം. ഓക്കെ. മലേറിയ കോസസ് മോർ ദാൻ 300 മില്യൺ അക്യൂട്ട് ഇൽനസ്. സി ഡിസീസിന് പകരം ഇൽനസ്, ഓക്കെ അത് മേജർ ഇൽനസിനെ അല്ല, ഓക്കെ ഡിസീസ് ഇൽനസ്. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 million ഡെത്ത്സ് ആനുവലി, അറ്റ്ലീസ്റ്റ്, ഓക്കെ. സി സ്റ്റിൽ, എലോൺ അങ്ങനത്തെ യൂസേജ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ശരിക്കും അതിന് നല്ല മാർക്ക് കിട്ടും. മീൻസ് ഈവൻ യൂസേജ്, ഈവൻ, ഓക്കെ എലോൺ, ഓക്കെ ഇതൊക്കെ നല്ല വൊക്കാബുലറിയിൽ വരുന്നതാണ്. മീൻസ് അതിൻ്റെ യൂസേജ് ആണ്, അത് ഒരു പ്രോപ്പർ സെൻറ്റൻസ് ആയി വരും, അതുകൊണ്ടാണ് അത്. അല്ലാതെ ആ ഒരു സെൻറ്റൻസ് കുറച്ചും കൂടെ നല്ലൊരു പൊലിപ്പിക്കാൻ നല്ലതായിരിക്കും. അറൗണ്ട് 11 million children under 5 die from malnutrition and preventable diseases each year. More than 500,000 people, mostly children. See, ഇവിടെ മോസ്റ്റ്ലി ചിൽഡ്രൻ ഈ രീതിയിലാണ് എഴുതിയേക്കണത്. ഓക്കെ, സോ അതിന് ഇവിടെ എഴുതിയേക്കുന്നത് ഒരു വിത്തിൻ ബ്രാക്കറ്റ്, ജസ്റ്റ് ബ്രാക്കറ്റിൻ്റെ യൂസേജ് കാണിച്ചു. ഓക്കെ, മോർ ദാന് പകരം ഇവിടെ എന്താ എഴുതിയേക്കണേ? ഓവർന്നാക്കി. മീൻസ് ഇതുപോലെ നിങ്ങളുടെ സെൻറ്റൻസ് ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഓവർ ആ ഒരു വാല്യൂ എഴുതി പീപ്പിൾ കണ്ടോ, ഇങ്ങനെയൊക്കെ എഴുതുക. ന്യൂമറിക്കലായിട്ട് എഴുതുകയാണെങ്കിൽ പീപ്പിൾ, ഓക്കെ ഓക്കെ മോസ്റ്റ്ലി ചിൽഡ്രൻ ഡൈഡ് ഫ്രം മീസിൽസ് ഇൻ 2000. ഈവൻ ദോ, സി ഈവനും സ്പേസ് കഴിഞ്ഞിട്ടാണ് ദോ, ഈവൻ ദോ സിംഗിൾ വേർഡ് അല്ല. ഈവൻ ദോ എഫക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ, ഓക്കെ വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ കോസ്റ്റ്സ് CS just $0.30 per person. Okay, and has been, ഇവിടെ എസ് ഇല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ലിസ്ണിങ്ങിന് മാർക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ റൈറ്റിങ്ങിലും കിട്ടത്തില്ല ഡോളേഴ്സ്, കാരണം per person, and has been available for over 40 years. അപ്പോൾ ജസ്റ്റ് മോർ ദാൻ 40 years ആണ് ഇപ്പോൾ ഗ്രാഫിലുള്ളതെങ്കിൽ over 40 years. സോ ജസ്റ്റ് ഞാൻ എത്ര ഉദ്ദേശിച്ചുള്ളൂ, ഇത് കുറച്ച് വൊക്കാബുലറീസ് ആണ് റിലേറ്റഡ് ടു ഇൻഫെക്ഷ്യസ്, കണ്ടാജിയസ്,
starvation, malnutrition, treatment, medicine, transmit, contract, epidemic, pandemic, acute, preventable. അറിയാത്ത മീനിങ് നോക്കുക. സോ ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് എസ്സേസിനും അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് സെൽഫായിട്ട് ഗ്രാഫിന് വേണ്ടി പഠിക്കാം എന്നും കൂടെയാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരു ഐഡിയ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. താങ്ക് യു.